Hello there, it's me, your coding partner. ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. ഓക്കെ, ഒരു 60 ദിവസം കൊണ്ട് എങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. സോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, വാട്ട് ഈസ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട് നമുക്ക്. പിന്നെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡാറ്റ ടൈപ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണല്ലേ ഡാറ്റ ടൈപ്സ്. പക്ഷേ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒരു പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിൽ ഡാറ്റ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡാറ്റ ടൈപ്സിനെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അത് ഏതൊക്കെ വാല്യൂസ് വരെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ആ ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ചിട്ട്, പിന്നെ ഏതൊക്കെ ഡാറ്റ ടൈപ്സ് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കണം, പിന്നെ ഓരോ ബിറ്റ്നസ്, അതായത് ഓരോ സിസ്റ്റത്തിനും ഓരോ ബിറ്റ്നസ് ആയിരിക്കും. അതായത് ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന സിസ്റ്റത്തിനൊക്കെ 64 ബിറ്റ്സ് ആയിരിക്കും, പഴയ സിസ്റ്റത്തിനൊക്കെ 32 അല്ലെങ്കിൽ 16 ബിറ്റ് സിസ്റ്റംസ് ആയിരിക്കും. അപ്പോൾ ആ ബിറ്റ്നസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഡാറ്റ ടൈപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. സോ അതൊക്കെ അറിഞ്ഞു ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നല്ലൊരു പ്രോഗ്രാം എഴുതാൻ സാധിക്കുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ കോഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഡിലേ എടുക്കണില്ല, നേരെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ, സോ ഓപ്പറേറ്റേഴ്സ്. സോ ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്കറിയാം? നമുക്ക് എത്ര തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ മെയിൻലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് യൂണറി, ദെൻ ബൈനറി, ആൻഡ് തേർഡ് വൺ ternary operators. Ternary operators, okay, ternary operators, binary operators and unary operators. ഈ യൂണറി ഓപ്പറേറ്റേഴ്സും ബൈനറി ഓപ്പറേറ്റേഴ്സും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓപ്പറൻസ്, എത്ര ഓപ്പറൻസ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്, ബൈനറി ഓപ്പറേറ്റേഴ്സ്, ടെർണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നത്. യൂണറി ഓപ്പറേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2 ഓപ്പറൻസ് ആണ്. പിന്നെ ടെർണറി ഓപ്പറേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3 ഓപ്പറൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ് വി ആർ യൂസിങ്. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ യൂണറി ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിളാണ് നോട്ട്, നോട്ട് ഉണ്ട്, പിന്നെ പോസ്റ്റ് ഇൻക്രിമെൻ്റ്, പ്രീ ഇൻക്രിമെൻ്റ്, ഇങ്ങനെയുള്ള വാല്യൂസ്. അതായത് ഇപ്പോൾ ഒരു ഐ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്, ഐ പ്ലസ് പ്ലസ് ചെയ്യാണ്. ഇതാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. അതായത് ഇവിടെ ഒരു ഓപ്പറൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിച്ചോ, എ ഈക്വൽസ് ടു 5, ബി ഈസ് ഈക്വൽസ് ടു 10 പറഞ്ഞിട്ട് 2 വേരിയബിൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇനി എ പ്ലസ് ബി, സി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമുക്ക് എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യണം. സീൻ്റെ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇതിനെയാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ 2 ഓപ്പറൻസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ മൂന്നാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, യൂണറി, ബൈനറി, ടെർണറി. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഇനി ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാമല്ലേ. പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഓപ്പറേറ്റർ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ഏതാ? സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്രേറ്റർ ദാന്, ലെസ് ദാന്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു, ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു, ദെൻ നോട്ട് ഈക്വൽസ് ടു, ദെൻ ഈക്വൽ ടു. ഓക്കെ,
ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം. ലോജിക്കൽ ഗേറ്റ്സ് ഒക്കെ അറിയാം അല്ലേ? ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, എക്സോർ, എക്സ്നോർ, അങ്ങനെയുള്ള പല ലോജിക്കൽ ഗേറ്റ്സും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതായത് ആൻഡ്, ഓർ, ദെൻ നോട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇനി ഫോർത്ത് ഓപ്പറേറ്റേഴ്സ് ആണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇതന്നെ, ആൻഡ്, ബിറ്റ്വൈസ് ആൻഡ്, ബിറ്റ്വൈസ് ഓർ, ദെൻ ബിറ്റ്വൈസ് എക്സ് ഓർ. ഓക്കെ, ബിറ്റ്വൈസ് എക്സ് ഓർ, ദെൻ വൺ മോർ ഇസ് ദെയർ, കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇനി ഫിഫ്ത്ത് കാറ്റഗറിയാണ് ഇനി ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പഠിക്കാം. റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, ഇതൊക്കെയാണ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളൂ. 6th വണ്ണാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അതാ ഈക്വൽസ് ടു, നമ്മൾ ഈക്വൽ ടു എന്ന് പറയും, ശരിക്കും അതിൻ്റെ പേര് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ്. ഓക്കെ, ഇനി 7th വണ്ണ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ പ്രീ ഡിക്രിമെൻറ്റ് ഉണ്ട്, പോസ്റ്റ് ഡിക്രിമെൻറ്റ് ഉണ്ട്. ഓക്കെ, അത് നമുക്കൊരു ഡീപ്പായിട്ടുണ്ട്, നമുക്ക് ക്ലാസ് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്. ഓക്കെ, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇനി 8 ഓപ്പറേറ്ററാണ് സൈസ് ഓഫ് ഒക്കെ നമുക്ക് പഠിക്കാം. സൈസ് ഓഫ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് റിഫറൻസ് ആൻഡ് ഡീറെഫറൻസിങ്. ഓക്കെ, റെഫറൻസിങ് ആൻഡ് ഡീറെഫറൻസിങ് പറഞ്ഞാൽ അത് പോയിൻ്ററിൽ പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതും നമുക്ക് പഠിക്കാം. റെഫറൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആംപ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്. ദെൻ ഡീറെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. ഓക്കെ, ഇനി 10th ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? സ്റ്റാർ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ദെൻ ഒരു കോളം. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇതിനെ തന്നെയാണ് ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 11th ഓപ്പറേറ്ററാണ് ഇൻഡെക്സ് ഓപ്പറേറ്ററിനെ ഓക്കെ, ഇതാണ് സ്ക്വയർ ബ്രേസസ് ആണ് നമ്മൾ ഇൻഡെക്സ് ഓപ്പറേറ്ററിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 12th ഓപ്പറേറ്ററാണ് ഗ്രൂപ്പിംഗ് ഓപ്പറേറ്ററിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഓക്കെ പാരാന്തസിസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 13th ഓപ്പറേറ്ററാണ് ഡോട്ട് ഓപ്പറേറ്റർ. ദെൻ 14th ഓപ്പറേറ്ററാണ് കോമ ഓപ്പറേറ്റർ. ദെൻ 15th വണ്ണാണ് ആരോ ഓപ്പറേറ്റർ. ഓക്കെ, ആരോ ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പോയിൻ്ററിൻ്റെ ഈ സ്ട്രക്ചർ പോയിൻ്ററിനൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഈ ആരോ ഒക്കെ. ഓക്കെ, ദെൻ 16th ഓപ്പറേറ്ററാണ് കോമ്പൗണ്ട് അസൈൻമെൻറ്റ്. Compound assignment in the sense plus equals to, then minus equals to, then star equals to, then divided equals to, ഇങ്ങനത്തെ കാര്യങ്ങൾ. ലൈക്ക് ഇത് എന്തോ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് വേറൊരു ഓപ്പറേറ്റർ എടുക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് പറയാം.
അതിന് മുമ്പ് ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, ഷിഫ്റ്റ്, അസൈൻമെൻറ്റ്, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഈ പറഞ്ഞ എല്ലാ ഓപ്പറേറ്റേഴ്സും നമുക്ക് എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പ്ലസ്, മൈനസ്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ്. ദെൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രേറ്റർ ദാൻ, ഓർ ലെസ് ദാൻ, ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽസ് ടു, ഈക്വൽസ് ടു. ഓക്കെ. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ നമുക്കറിയാം. ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, ദെൻ നോട്ട് ഉണ്ട്. ഓക്കെ. ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൂത്ത് ടേബിൾ എടുക്കാം. ഓക്കെ. ഓക്കെ ഓക്കെ ആൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവിടെ ഇൻപുട്ട് 1 ഉണ്ട്, ദെൻ ഇവിടെ ഇൻപുട്ട് 2 ഉണ്ട്, ദെൻ ഇവിടെ ഔട്ട്പുട്ടും ഉണ്ട്. ഓക്കെ. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡിൻ്റെ കേസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ബോത്ത് ഇൻപുട്സ് ആർ 1 then and only ഔട്ട്പുട്ട് വിൽ ബി 1, അതർവൈസ് ഇറ്റ് വിൽ ബി 0. ഓക്കെ. അതായത് ഫസ്റ്റ് ഇൻപുട്ട് 0 ആണ്, സെക്കൻഡ് ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0. ദെൻ ഫസ്റ്റ് ഇൻപുട്ട് 1 ആണ്, സെക്കൻഡ് ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി തേർഡ് ഇൻപുട്ട് 1 ആണ്, തേർഡ് ഇൻപുട്ട് 0 ആണ്, ഫസ്റ്റ് ഇൻപുട്ട് 0 ആണ്, സെക്കൻഡ് ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി ഫസ്റ്റ് ഇൻപുട്ട് 1 ആണ്, സെക്കൻഡ് ഇൻപുട്ടും 1 ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഔട്ട്പുട്ട് 1 ആവുക. ഇതാണ് ലോജിക്കൽ ആൻഡ്. ഓക്കെ. ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ലോജിക്കൽ ഓർ. ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ. ഓക്കെ. ഇവിടെ ഓക്കെ ലോജിക്കൽ ഓറിൻ്റെ കേസിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി ഇഫ് എനി ഓഫ് ദി ഇൻപുട്ട് ഈസ് 1 ദെൻ ഔട്ട്പുട്ട് വിൽ ബി 1 എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് കേസ് നോക്കിക്കോ, ഒരു ഇൻപുട്ടും 1 അല്ല, സോ ഔട്ട്പുട്ട് വിൽ ബി 1, ഔട്ട്പുട്ട് വിൽ ബി 0. ദെൻ സെക്കൻഡ് കേസ് നോക്കിക്കോ, ഫസ്റ്റ് ഇൻപുട്ട് 1 ആണ്, സെക്കൻഡ് ഇൻപുട്ട് 0 ആണ്, സോ ഔട്ട്പുട്ട് വിൽ ബി 1. ദെൻ തേർഡ് കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻപുട്ട് 0 ആണ്, സെക്കൻഡ് ഇൻപുട്ട് 1 ആണ്, അപ്പോൾ ഏകദേശം ഒന്ന് 1 ആയല്ലോ, അപ്പോൾ ഔട്ട്പുട്ട് വിൽ ബി 1. ദെൻ ഫോർത്ത് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ഇൻപുട്ടും 1 ആണ്, സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി 1. അപ്പോൾ ഇതാണ് ലോജിക്കൽ ഓർ. ഓക്കെ. ഇനി നോട്ട് നോക്കാം. ഓക്കെ. നോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ if a value is greater than 0 ആണെന്നുണ്ടെങ്കിൽ ഈ നോട്ട് ഓപ്പറേറ്റർ എന്താ ചെയ്യുക വെച്ചെങ്കിൽ ആ വാല്യൂവിനെ 0യിലേക്ക് മാറ്റും. ഓക്കെ. ആൻഡ് ഇഫ് എ വാല്യൂ ഇസ് 0 ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ 1 ആക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഇൻപുട്ട് ഒറ്റ ഇൻപുട്ട് ഉണ്ടാവുള്ളൂ നോട്ടിന്, ഔട്ട്പുട്ട്. ഓക്കെ. ഇൻപുട്ട് പറഞ്ഞാൽ ഇൻപുട്ട് 1 ആണെന്ന് എഴുതിക്കോ, ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. നോട്ട് ഗേറ്റ് ഇങ്ങനെയാണ്. ഓക്കെ. നോട്ട് ഗേറ്റ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനെയാണ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇനി ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റിലായിരിക്കും ഓപ്പറേഷൻസ് നടക്കുക. അതായത് സപ്പോസ് നമുക്ക് രണ്ട് നമ്പർ ഉണ്ട്, എ ഈക്വൽസ് ടു 15 ആൻഡ് ബി ഈസ് ഈക്വൽസ് ടു 5. ഓക്കെ. ഇത് നമ്മൾ 4 ഡിജിറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം എ എന്ന് പറയുന്നത് 5 ആണ്, 15 ആണ്. 15നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ 4 ബിറ്റ്സ് വേണം. ഓക്കെ. അതായത് 1 1 1 1 എന്ന് പറഞ്ഞുള്ള 4 ബിറ്റ് വേണം 15നെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓക്കെ. 15 ഈക്വൽസ് ടു ഓക്കെ
ഇനി 5നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ 3 ബിറ്റ് മതി. പക്ഷേ ഇവിടെ 4 ബിറ്റ് ആയതുകൊണ്ട് നമ്മൾ 4 ബിറ്റ് തന്നെ എടുക്കണം. ഓക്കെ, 0 1 0 1 അതാണ് 5നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. ഇനി ഇവിടെ നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് ആണ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ബിറ്റ് വൈസ് ആൻഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 15 ബിറ്റ് വൈസ് ആൻഡ് വിത്ത് 5 വിച്ച് മീൻസ് നമ്മൾ ഇവിടെ 1 1 1 1 ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നത് ബിറ്റ് വൈസ് ആൻഡ്. ഓക്കെ, then 0 1 0 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. ഇതാണ് 15, ഇതാണ് 5. 15 ആൻഡ് 5. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ബിറ്റ് ബൈ ബിറ്റാണ്. അതായത് ഫസ്റ്റത്തെ 2 ബിറ്റ് നോക്കും. നമ്മളിവിടെ ആൻഡിൻ്റെ നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കിയില്ലേ, ഏതെങ്കിലും രണ്ട് ഇൻപുട്ടും 1 ആണെന്നുണ്ടെങ്കിലാണ് ഔട്ട്പുട്ട് 1 ആവുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ അതേ മെത്തേഡാണ് നമ്മളിവിടെ നോക്കണത്. പക്ഷേ ഇവിടെ ബിറ്റ് ബൈ ബിറ്റാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഫസ്റ്റത്തെ ഈ 2 ബിറ്റ് എടുക്കും, എന്നിട്ട് അത് ആൻഡ് ചെയ്ത് നോക്കും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇവിടെ അടിയിൽ എഴുതും, എന്നിട്ട് വീണ്ടും ഈ 2 ബിറ്റിനെ നമ്മൾ നോക്കും, എന്നിട്ട് വീണ്ടും അതിൻ്റെ റിസൾട്ട് അടിയിൽ എഴുതും, വീണ്ടും ഇവിടെ 2 ബിറ്റ് നോക്കും, അതിൻ്റെ റിസൾട്ട് അടിയിൽ എഴുതും, വീണ്ടും ഇവിടെ 2 ബിറ്റ് നോക്കും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അടിയിൽ എഴുതും. സോ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ ബിറ്റ് എങ്ങനെയായിരിക്കും? 1 1 ആണ് അല്ലേ. 1 1 എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആൻഡിൻ്റെ ആൻസർ എന്താ? 1 1 ആണ് വന്നതെന്ന് വെച്ചെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ആയിരിക്കും. ഇനി 1 0, അപ്പോൾ ഏതോ ഒരു ഇൻപുട്ട് 0 ആണ് അല്ലേ. അപ്പോൾ ഇഫ് എനി ഓഫ് ദി ഇൻപുട്ട് ഈസ് 0 ദെൻ ഔട്ട്പുട്ട് വിൽ ബി 0 ഇൻ ദി കേസ് ഓഫ് ആൻഡ്. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കും. ഇനി ഇവിടെ ബോത്ത് കേസിലും 1 ആണ്, അതായത് ഇൻപുട്ട് 1ഉം ഇൻപുട്ട് 2ഉം 1 ആണ്. സോ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇവിടുത്തെ കേസിൽ പറഞ്ഞാൽ ഒരു ഇൻപുട്ട് 0 ആണ്, 2 ഇൻപുട്ടും 1 ആണെന്നുണ്ടെങ്കിലേ ഉള്ളൂ ആൻഡിൻ്റെ കേസിൽ ഔട്ട്പുട്ട് 1 ആവുക. ഇവിടെ ഒരു കേസ് 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ 0 ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 1 0 1 ആണ്. ഓക്കെ, ഇതാണ് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോ, ഇനിയിപ്പോൾ 10 ഓർ വിത്ത് 5 ആണ്. ബിറ്റ് വൈസ് ആണ് കേട്ടോ. അതായത് 10ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 1 0 1 0. ഇനി 5ൻ്റെ ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 1 0 1. ഓക്കെ, ഇനി ഇതിൽ നടത്തുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബിറ്റ് വൈസ് ഓർ ആണ്. ഓക്കെ, ഓക്കെ ഓക്കെ ഇനി ബിറ്റ് വൈസ് ഇനിയിപ്പോൾ ഓറിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുക. If any of the input is 1 then output will be 1. If both input are 0 then and only output will be 0. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഫസ്റ്റത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 1 ആണ്, 0 1. സോ എനി ഓഫ് ദി ഇൻപുട്ട് ഇവിടെ 1 ആണ്, ഒരു ഇൻപുട്ട് ഇവിടെ 1 ആണ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ഇവിടുത്തെ കേസ് നോക്കിക്കോ, 1 0 ആണ്, അപ്പോഴും ഒരു ഇൻപുട്ട് 1 ആണ്, അപ്പോഴും ഇവിടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇവിടെയും ഒരു ഇൻപുട്ട് 1 ആണ്, സോ ഔട്ട്പുട്ട് 1 ആണ്. ഇനി ഇവിടെയും ഒരു ഇൻപുട്ട് 1 ആണ്, സോ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, ഇതെങ്ങനെ നോക്കുക, 15 വാല്യൂ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 1 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ പവേഴ്സ് ആയിട്ടാണ് നമ്മൾ എഴുതുക. 2 raised to 0 2 raised to 0, then 2 raised to 1, then 2 raised to 2, then 2 raised to 3. ഓക്കെ, ഈ പവറിലായിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ 1 1 1 1 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ 1 × 2 raised to 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും, പ്ലസ് 1 × 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും,
പ്ലസ് 1 ഇൻറ്റു 2 ടു റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 8 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. സോ 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 8, അതായത് 8 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 12, 12 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 14, 14 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 15. ആൻസർ എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ബൈനറി വാല്യൂനെ നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് മാറ്റിയത്. ഓക്കെ, ഡെസിമലിലേക്ക് മാറ്റിയത്. ഇത് ഡെസിമൽ വാല്യൂ ആണ് കേട്ടോ. ഓക്കെ, ഡെസിമലിലേക്ക് മാറ്റിയത്. ഓക്കെ, അതാണ് ലോജിക്കൽ ആൻഡ് അതുപോലെ തന്നെ ബിറ്റ് വൈസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസും അതുപോലെ തന്നെ ബിറ്റ് വൈസ് ഓപ്പറേഷൻസും. ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ബിറ്റ് ബൈ ബിറ്റാണ് അതിൽ ഓപ്പറേഷൻ നടത്തുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ ജസ്റ്റ് 2 ഇൻപുട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓറാണെന്നുണ്ടെങ്കിൽ, ഓറിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇപ്പോൾ ആൻഡിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 2 ഇൻപുട്ടും 1 ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഔട്ട്പുട്ട് 1 ആയിരിക്കുക. ഇപ്പോൾ എനി ഓഫ് ദി ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും ആൻഡിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ ബാക്കിയുള്ള സൈസ് ഓഫ്, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻസ്, പിന്നെ ഡീറഫറൻസിങ്, അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ ജസ്റ്റ് ഈക്വൽസ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കില്ലേ, അതാണ്. ഇപ്പോൾ അസൈൻ ചെയ്യാണ് വാല്യൂ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ അടുത്തൊരു വേരിയബിൾ ഉണ്ട്, വാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിലേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ അസൈൻ ചെയ്ത് കൊടുക്കുന്ന സാധനത്തിനെയാണ് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 10 എന്ന് പറഞ്ഞുള്ള വാല്യൂ ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ആ ഓപ്പറേറ്ററിനെ പറയുന്ന പേരാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന്. നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഈക്വൽ ടു എന്ന് പറയും. ശരിക്കും ഈക്വൽ ടു അല്ല, അതിൻ്റെ പേര് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ആ വാല്യൂ. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഡാറ്റ ടൈപ്സ് ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഡാറ്റ ടൈപ്സ്. സോ ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്? ഓക്കെ, ക്യാരക്ടർ വൺ ഡാറ്റ ടൈപ്പ്, പിന്നെ ഇൻറ്റീജർ അല്ലെങ്കിൽ വേണ്ട ഷോർട്ട് ഒരു ഡാറ്റ ടൈപ്പ്, പിന്നെ ദെൻ ഇൻറ്റ്, ഫ്ലോട്ട്, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ പറയാം, പിന്നെ ലോങ് ഇൻറ്റ് എന്ന് പറയാം, പിന്നെ ലോങ് ഡബിൾ. ഇത്രയും ഡാറ്റ ടൈപ്സ് സിയിലുണ്ടെന്ന് കരുതിക്കോ. ഓക്കെ, ഇനി ക്യാരക്ടറിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡാറ്റ ടൈപ്സ് എന്തിനാണ് സിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറി മാനേജ്മെൻറ്റിനെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിനെ വെറുതെ കൊണ്ടുപോയിട്ട് ആ മെമ്മറീനെ എന്താ പറയുക, ഓവർ യൂസ് ചെയ്യരുത്. അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു വാല്യൂസിനൊന്നും വേണ്ടിയിട്ട് വലിയ മെമ്മറി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് കൂടുതലായിട്ട് അത്യാവശ്യം വരുന്നത് ഈ എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ മെമ്മറി മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ മൈക്രോ കൺട്രോളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മെമ്മറി പറഞ്ഞത് വളരെ കുറഞ്ഞ മെമ്മറി ഉണ്ടാവുള്ളൂ. 4KB അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ പ്രോം അതിൻ്റെയൊക്കെ സൈസ് നോക്കുകയാണെങ്കിൽ 256 ബൈറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ ഉണ്ടാവുക മെമ്മറി. സോ ഈ മെമ്മറിനെ നമ്മൾ പറഞ്ഞാൽ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. സോ ചെറിയ ചെറിയ വാല്യൂസിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഡാറ്റ ടൈപ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മെമ്മറി മാനേജ്മെൻറ്റിന് ഇത്രയും പ്രാധാന്യം സീൽ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഹാർഡ്വെയർസിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ. സോ ഈ ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ ഇവിടെ നമുക്ക് എഴുതാം സൈസ്. ഡാറ്റ ടൈപ്സ് സൈസ്. ഓക്കെ, ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് പറഞ്ഞാൽ 1 ബൈറ്റാണ്. 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8 ബിറ്റാണ്. 8 ബിറ്റ്സ് ആയിരിക്കും 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കറിയില്ലേ 2:0, 2:1 അങ്ങനെ പറഞ്ഞിട്ട് 2:0 ആണ് ചോദ്യം. ഓക്കെ,
then one, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് 1 1 1 1 1 1 1 1 ഇത്രയും ബിറ്റ്സ് 8 ബിറ്റിൽ നമുക്ക് നമ്മുടെ ഈ ഡാറ്റ ടൈപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് നമ്മളെല്ലാം കൂട്ടി നോക്കുകയാണെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 പറഞ്ഞാൽ 1 അല്ലേ? 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്ര? 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്ര? 4. പിന്നെ 2 എന്ന് പറഞ്ഞാൽ 8. ദെൻ 2 എന്ന് പറഞ്ഞാൽ 16. ദെൻ 2 എന്ന് പറഞ്ഞാൽ 32. ദെൻ 6 എന്ന് പറഞ്ഞാൽ 64. ആൻഡ് 2 എന്ന് പറഞ്ഞാൽ 128. സോ ഇത്രയും വാല്യൂസിനെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 128 പ്ലസ് ഇത്രയും 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 8 പ്ലസ് 16 പ്ലസ് 32 പ്ലസ് 64 എന്ന് പറഞ്ഞാൽ again 128 which will be equals to 256. ഇത്രയും 256 നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് 0 തൊട്ടിട്ട് 255 വരെയുള്ള നമ്പേഴ്സിനെ നമുക്ക് ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞുള്ള ഡാറ്റ ടൈപ്പ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് അൺസൈൻഡ് ഓർ സൈൻഡ് ഇൻറ്റീജർ, സൈൻഡ് ക്യാരക്ടർ. ഓക്കെ, സൈൻഡ് ക്യാരക്ടറും അൺസൈൻഡ് ക്യാരക്ടറും നമുക്ക് പഠിക്കാം. അതിന് മുമ്പേ ഇനി ഷോർട്ട് എന്ന് പറഞ്ഞാൽ 2 bytes ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 2 bytes എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 bits. 16 bits ഉണ്ടായിരിക്കും. 16 bits പറഞ്ഞാൽ ഇതേപോലെ ഇതിൻ്റെ ഇനി നോക്കിക്കോ, ഇത് 8 bit അല്ലേ? ഇതിനെ ഒരു വട്ടോടെ എഴുതുക. അതായത് ഇനി 2⁸ തൊട്ടിട്ട് വീണ്ടും 2⁻16 വരെ, അല്ലെ 2⁻15 വരെ നമുക്ക് എഴുതാം. അതാണ് 16 bits. അതാകുമ്പോൾ കുറച്ചുകൂടി ലാർജർ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. അതായത് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 32767 അങ്ങനെയുള്ള റേഞ്ചാണ് നമുക്ക് കിട്ടുക. 2 bytes വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ. ഇനി ഇൻറ്റീജറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4 bytes ആണ്. 4 bytes ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 4 bytes പറഞ്ഞാൽ എത്ര ബിറ്റ്സ് ഉണ്ടായിരിക്കും? 32 bits ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഫ്ലോട്ടിൻ്റെ ഇതും 4 bytes ആണ്. അതും 32 bits വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 bytes ആണ്. ഓക്കെ, 8 bytes. ഈ ഡബിൾ വരുന്നത് ഈ ഫ്ലോട്ടിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ്. കാരണം ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്ലോട്ട് എന്ന് പറയുന്ന നമ്പർ ഫ്രാക്ഷണൽ വാല്യൂസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, ലൈക്ക് 1.256 അങ്ങനെയുള്ള നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കുറച്ചുകൂടി പ്രിസിഷൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രിസിഷനിൽ നമുക്ക് ആ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡബിൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ 2.5678 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാല്യൂ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ചുകൂടി പ്രിസിഷൻ, അതായത് ചില കേസിൽ നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ വേണ്ടി വരും. അപ്പോൾ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ സംഖ്യകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രിസിഷൻസ് പ്രിസിഷൻസ് വേണമെന്നുള്ള ആ ടൈമിലാണ് നമുക്ക് ഡബിളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അതിന് 8 bytes ആണ് നമ്മുടെ സൈസ്. അതുപോലെ തന്നെ ലോങ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇൻറ്റീജറിൻ്റെ കുറച്ചുകൂടെ സൈസ് കൂടിയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് ലോങ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ബിറ്റ്നെസ് ഓഫ് ദി സിസ്റ്റമാണ്. അതായത് നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ബിറ്റ്നെസ് പറഞ്ഞത് ഒന്നുകിൽ 64 bits, അല്ലെങ്കിൽ 32 bit, അല്ലെങ്കിൽ 16 bit, അങ്ങനെ പല ബിറ്റ്നെസ്സിലുള്ള സിസ്റ്റംസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരുടെ അടുത്തും 64 bit സിസ്റ്റം ആയിരിക്കും. ഇനിയിപ്പോൾ കുറച്ചുകൂടി ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 32 bit സിസ്റ്റം ഉണ്ട്, അതിന് മുമ്പ് 16 bit ഉള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ലോങ് ഇൻറ്റീജർ അല്ലെങ്കിൽ ലോങ് ഡബിൾ അതിൻ്റെയൊക്കെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ 32 bit സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോങ് ഇൻറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 bytes ആണ്. ഇനി അതന്നെ 64 bit സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ
64 ബിറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് പറഞ്ഞത് 8 ബൈറ്റ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലോങ് ഡബിൾ ആണെന്നുണ്ടെങ്കിൽ 32 ബിറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓക്കെ, ലോങ് ഡബിളിൻ്റെ സൈസ് പറഞ്ഞത് ഒന്നെങ്കിൽ 8 ബൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ 12 ബൈറ്റ്സ് ആവാം, അതും അല്ലെങ്കിൽ 16 ബൈറ്റ്സ് ആവാം. ഓക്കെ, അങ്ങനെ 3 രീതിയിലുള്ള ബൈറ്റ്സ് നമുക്ക് ഈ ഡിപ്പെൻഡിങ് ഓൺ ദി ബിസിനസ് ഓഫ് ദി സിസ്റ്റം ഈ ലോങ് ഡബിളിലുണ്ട്. ഓക്കെ, അതാണ് ഈ ഡാറ്റ ടൈപ്പും സൈസും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡാറ്റ ടൈപ്പ് എന്തിനാണ് ഈ ഇത്രയും ഡാറ്റ ടൈപ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഈ നമുക്ക് മെമ്മറിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചെറിയൊരു വാല്യൂവിനൊക്കെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ലോങ് ഇൻറ്റിജേഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ക്യാരക്ടർ തന്നെ ധാരാളം. അതായത് ഇപ്പോൾ ഏജ് ഒക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും ഇപ്പോൾ 100ൻ്റെ മുകളിലൊന്നും ഏജ് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ 200ൻ്റെ മുകളിൽ വരെ ഏജ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞുള്ള ഡാറ്റ ടൈപ്പ് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ വാല്യൂസാണ് വേണ്ടത് വെച്ചെങ്കിൽ ഇൻ ഷോർട്ട് എന്നുള്ള വാല്യൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് അല്ല, നമുക്ക് കുറച്ചുകൂടി വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റിജർ എന്നിട്ടുള്ള വാല്യൂ ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉള്ള വാല്യൂസാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് ഫ്ലോട്ട് എന്നുള്ള വാല്യൂ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡാറ്റ ടൈപ്സ്, സീൻ്റെ ഡാറ്റ ടൈപ്സ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോഡിഫയേഴ്സ് ആൻഡ് ക്വാളിഫയേഴ്സ്. ഓക്കെ, ക്വാളിഫയേഴ്സ് എഴുതാം ആൻഡ് മോഡിഫയേഴ്സ്. ഓക്കെ, ക്വാളിഫയേഴ്സ് പറഞ്ഞാൽ രണ്ട് ക്വാളിഫയേഴ്സ് ആണുള്ളത്. അതായത് കോൺസ്റ്റൻറ്റ്, വോളറ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ക്വാളിഫയേഴ്സ് ആണുള്ളത്. അതിന് മുമ്പേ ക്വാളിഫയേഴ്സ് എന്താ, മോഡിഫയേഴ്സ് എന്താണെന്ന് പറയാം. ക്വാളിഫയേഴ്സും മോഡിഫയേഴ്സും എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ ഒരു വേരിയബിളിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ ബിഹേവിയറിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്വാളിഫയേഴ്സും മോഡിഫയേഴ്സും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ക്യാരക്ടർ വേരിയബിൾ അല്ലെങ്കിൽ CH = 10 എന്ന് പറഞ്ഞുള്ളൊരു വേരിയബിൾ ഉണ്ടെന്ന് എഴുതിക്കും. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് പറയുന്നത് ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ വേരിയബിളിൻ്റെ പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്വാളിഫയേഴ്സും മോഡിഫയേഴ്സും ഉപയോഗിക്കുന്നത്. ഇനി ക്വാളിഫയേഴ്സ് പറഞ്ഞാൽ രണ്ട് ക്വാളിഫയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കോൺസ്റ്റൻറ്റ്, ഒന്ന് വോളറ്റൈൽ. ഓക്കെ, കോൺസ്റ്റൻറ്റ് എന്താ പറയണത് വെച്ചെങ്കിൽ കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ഒരു വേരിയബിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ CH = 10 ഇങ്ങനെ നമ്മളൊരു വേരിയബിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വേരിയബിളിലെ വാല്യൂവിൽ നമുക്ക് ത്രൂ ഔട്ട് പ്രോഗ്രാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതായത് ഈ വാല്യൂവിനെ നമുക്ക് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം വി കനോട്ട് ചേഞ്ച് ഇറ്റ്. ഈ CHൽ ഈ 10 എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ഈ പ്രോഗ്രാമിൽ വേറെ ഒന്നും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല ഈ വാല്യൂവിൽ. ഓക്കെ, അതാണ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞുള്ള ഈ കീവേഡ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വോളറ്റൈൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു കീവേഡ് ഉണ്ട്. ഓക്കെ, വോളറ്റൈൽ എന്ന് പറഞ്ഞുള്ളൊരു കീവേഡ് എന്തോ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഉണ്ടല്ലോ, CH എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ 10 എന്ന് പറഞ്ഞുള്ള ഈ വാല്യൂ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ചേഞ്ച് വരാം, അല്ലെങ്കിൽ ദ വാല്യൂ ക്യാൻ ബി ചേഞ്ച് അറ്റ് എനി ടൈം അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. ഓക്കെ, ഏത് ടൈമിലും അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റൻറ്റിലും ഈ വാല്യൂവിൽ ചേഞ്ച് വരാം വിത്തൗട്ട് എനി ആക്ഷൻ ബീൻ ടേക്കൺ. അതായത് ഒരു ആക്ഷനും എടുക്കാതെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഈ വാല്യൂവിൽ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരാം. ഓക്കെ, പക്ഷേ ഇത് നമ്മുടെ പ്രോഗ്രാമിൽ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉള്ള വേരിയബിൾസിനെയാണ് നമ്മൾ വോളറ്റൈൽ കീവേഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ വോളറ്റൈൽ കീവേഡും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് കീവേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡീപ്പായിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് മോഡിഫയേഴ്സ് പറയാൻ വേണ്ടിയിട്ട് ഈ ക്വാളിഫയേഴ്സോടും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, മോഡിഫയേഴ്സും ക്വാളിഫയേഴ്സും ഈ
വേരിയബിളിൻ്റെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് നമ്മളിപ്പോൾ കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വേരിയബിളിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വന്നില്ലേ, അത് നമുക്ക് ത്രൂ ഔട്ട് പ്രോഗ്രാം ചേഞ്ച് വരുത്താൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ വോൾട്ടൈലാണ് ഉപയോഗിക്കണമെങ്കിലും അപ്പോഴും ഈ വേരിയബിളിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വന്നില്ലേ, അതായത് ഈ പ്രോഗ്രാമിൽ എവിടെ വേണം വെച്ചിട്ട് ഈ പ്രോഗ്രാമിൽ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ഈ വാല്യൂ ചേഞ്ച് വരാം, അതൊരു ബിഹേവിയറൽ ചേഞ്ച് അല്ലേ. ഓക്കെ, അതാണ് ക്വാളിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി മോഡിഫയേഴ്സ് ഉണ്ട്. മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് 2 മോഡിഫയേഴ്സ് ഉണ്ട്. ഒന്ന് സൈൻ മോഡിഫയറും ഒന്ന് സൈസ് മോഡിഫയറും. ഓക്കെ, സൈൻ മോഡിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടെന്ന് കരുതിക്കോ. ആ ഡാറ്റ ടൈപ്പിന് 2 സൈൻ ഉണ്ട്. ഒന്ന് സൈൻഡ് ഡാറ്റ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ അൺസൈൻഡ്. സൈൻഡ് ഡാറ്റ ടൈപ്പും അൺസൈൻഡ് ഡാറ്റ ടൈപ്പും. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയില്ലേ ഈ ക്യാരക്ടർ CH = 10, അതൊരു സൈൻഡ് ഡാറ്റ ടൈപ്പാണ്. വിച്ച് മീൻസ് നമുക്ക് ആ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് ആ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. വിച്ച് മീൻസ് ക്യാരക്ടർ CH = 10 ഇതൊരു സൈൻഡ് ഡാറ്റ ടൈപ്പാണ്. സൈൻഡ് ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഈ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം, നെഗറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ വാല്യൂവിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -128 to 127 ആണ്. അതായത് ഈ സൈൻഡ് ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് സൈൻഡ് ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ -128 മുതൽ +127 വരെയുള്ള വാല്യൂസിനെയാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ ക്യാരക്ടർ CH = 10 എന്നുള്ളതിനെ നമുക്ക് സൈൻഡ് ക്യാരക്ടർ CH = 10 എന്ന് വേണമെങ്കിലും എഴുതാട്ടോ, ഡിക്ലെയർ ചെയ്യാം. അതായത് രണ്ടും സെയിം ആണ്. ക്യാരക്ടർ CH = 10 എന്ന് എഴുതി കഴിഞ്ഞാലും സൈൻഡ് ക്യാരക്ടർ CH = 10 എന്ന് എഴുതി കഴിഞ്ഞാലും ബോത്ത് ആർ സെയിം, മീനിങ് സെയിം ആണ്. -128 to 127 വരെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി അൺസൈൻഡ് ഉണ്ട്. അൺസൈൻഡ് ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ അൺസൈൻഡ് ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്. അൺസൈൻഡ് ക്യാരക്ടർ CH = 10. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഒരു അൺസൈൻഡ് ഡാറ്റ ടൈപ്പാണ്. വിച്ച് മീൻസ് ഇതിന് പോസിറ്റീവ് വാല്യൂസിനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോസിറ്റീവ് വാല്യൂസിന് മാത്രമേ നമുക്ക് ഇതിനെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് ദ വാല്യൂ വിൽ ബി ഈക്വൽസ് ടു 0 to 255. 0 to 255 വരെയുള്ള വാല്യൂസിനെ നമുക്ക് ഈ അൺസൈൻഡ് ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് അൺസൈൻഡ് ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, -128 to 127 0 to 255. ഏതിനാ അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഏജ് ആണ് എടുക്കേണ്ടത്. ഏജ് എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ, ഒരിക്കലും ഏജ് ബാക്കിലോട്ട് പോവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസിനെയൊക്കെ നമുക്ക് അൺസൈൻഡ് ആയിട്ട് എടുത്തൂടെ. അപ്പോൾ നമുക്ക് കൂടുതൽ വാല്യൂസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം മാത്രം എടുക്കുകയാണെന്ന് എഴുതിക്കോ. ഇപ്പോൾ 255 ഉള്ളിലാണ് അതിൻ്റെ റേഞ്ച്. അങ്ങനെയുള്ള വാല്യൂസിനെയൊക്കെ നമുക്ക് അൺസൈൻഡ് ക്യാരക്ടറായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ച് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നെഗറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെറിയൊരു റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ വെച്ചിട്ട് സൈൻഡ് ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സൈൻഡ് ആൻഡ് അൺസൈൻഡിൻ്റെ ഒരു പ്രത്യേകത. ഇത് എല്ലാത്തിൽക്കും ബാധകമാണ് കേട്ടോ. ഇപ്പോൾ ഈ സൈൻഡ് ക്യാരക്ടർ എന്നുള്ളതിന് പകരം സൈൻഡ് ഇൻറ്റീജർ എന്നാക്കാം, അതുപോലെ തന്നെ അൺസൈൻഡ് ഇൻറ്റീജർ CH എന്ന് പറഞ്ഞാൽ എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എന്താ ഗുണം വെച്ചെങ്കിൽ നമുക്ക് കൂടുതൽ റേഞ്ച് നമുക്ക് പോകാൻ പറ്റും, കൂടുതൽ റേഞ്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇവിടെ 0 to -128 to 127 എന്നുള്ളത് ഇവിടെ അൺസൈൻഡ് ആക്കിയപ്പോൾ നമുക്ക് 255 വരെ നമുക്ക് റേഞ്ച് കിട്ടി. അതുപോലെ തന്നെ അൺസൈൻഡ് ഇൻറ്റീജർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ നെഗറ്റീവ് വാല്യൂ മാറ്റിയിട്ട് പോസിറ്റീവ് വാല്യൂ കുറച്ചുകൂടി കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈസ് മോഡിഫയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സൈസ്
മോഡിഫയേഴ്സ്. സൈസ് മോഡിഫയേഴ്സ് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇൻറ്റിൻ്റെ സൈസ് എത്ര? 4 bytes. 4 bytes പറഞ്ഞാൽ 32 bits വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു വാല്യൂവിനെ. ഓക്കെ, ഇനി ലോങ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൻ്റെ സൈസ് പറഞ്ഞത് 4 അല്ലെങ്കിൽ 8 bytes ആണ്, ഡിപ്പെൻഡിങ് ഓൺ ദി ബിറ്റ്നെസ് ഓഫ് ദി സിസ്റ്റം. അതായത് ഇതിന് 32 ബിറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ 8 bytes എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 + 32 64 bits. 64 bits വെച്ചിട്ടോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ റേഞ്ച് കൂട്ടി, അതായത് ഒരു ഇൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ടെന്ന് കരുതിക്കോ, ഇൻറ്റിജർ വേരിയബിൾ ഉണ്ടെന്ന് കരുതിക്കോ. ഇത് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് മാക്സിമം എന്ന് പറയുന്നത് ഒരു റേഞ്ച് ആയിരിക്കും. ഇപ്പോൾ ഇത്ര റേഞ്ചാണെന്ന് കരുതിക്കോ. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഇൻറ്റിജർ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ വേരിയബിളിന് പറ്റുന്ന മാക്സിമം റേഞ്ച്. ഇനി ആ റേഞ്ച് തന്നെ ആ വേരിയബിളിനെ തന്നെ നമുക്ക് ലോങ് ഇൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റേഞ്ച് നമുക്ക് കിട്ടും. അതായത് സപ്പോസ് ഇത്ര നമുക്ക് റേഞ്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതാണ് സൈസ് മോഡിഫയേഴ്സ് പറഞ്ഞത്. സൈസ് മോഡിഫയേഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ ഇൻറ്റീജർ വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻറ്റീജറിനെ തന്നെ ലോങ് ഇൻറ്റ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ സൈസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. 4 byte എന്നുള്ളത് 8 byte ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 32 bits വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 64 bits വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 64 bits ഒക്കെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കൊരു ലാർജ് വാല്യൂവിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ലോങ് ഇൻറ്റിജർ ഒക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെയാണ് ഈ ഫ്ലോട്ടിൻ്റെ ഒക്കെ കേസ്. ഫ്ലോട്ട്, പിന്നെ ഡബിള്, പിന്നെ ലോങ് ഡബിൾ. ഓക്കെ, ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രാക്ഷണൽ പോയിൻറ്റ്സിനൊക്കെ ഫ്രാക്ഷണൽ വാല്യൂസിനൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡബിൾ വെച്ചിട്ടാണ് ഉപയോഗിക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രിസിഷൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ലോങ് ഡബിൾ ആണ് വെച്ചെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പ്രിസിഷൻസ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ബിറ്റ്നസ്സൊക്കെ നല്ല ബിറ്റ്നസ് ഉള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോങ് ഡബിളൊക്കെ പറയുന്നത് 16 bytes വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും പ്രിസിഷൻ ആയിട്ടുള്ള വാല്യൂസ്, അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും ഈ ലോങ് ഡബിളൊക്കെ വെച്ചിട്ട്. ഓക്കെ, പക്ഷേ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ലോങ് ഡബിളോ അല്ലെങ്കിൽ ഡബിളോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഫ്ലോട്ടോ തന്നെ ധാരാളം. അപ്പോൾ അതാണ് ഈ സീൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറിയ വാല്യൂസിനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഫ്ലോട്ട് ക്യാരക്ടറോ അല്ലെങ്കിൽ ഇൻറ്റിജറോ, ക്യാരക്ടറോ അല്ലെങ്കിൽ ഷോർട്ടൊക്കെ മതി. ഇപ്പോൾ വലിയ വാല്യൂസിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ഡബിൾ, അങ്ങനെയുള്ള ഇൻറ്റിജർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെറിയ പ്രിസിഷൻ എന്തെങ്കിലും മതി എന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് മതി. ഇപ്പോൾ വലിയ പ്രിസിഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ അല്ലെങ്കിൽ ലോങ് ഡബിളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഡാറ്റ ടൈപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത്രയും കണ്ണിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, വേരിയബിളൊക്കെ നമ്മൾ ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാണ്ട് നമ്മൾ ഈ സൈസിൻ്റെ ഒക്കെ കാര്യം നോക്കിയിട്ട്, മെമ്മറി മാനേജ്മെൻറ്റൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഡാറ്റ ടൈപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത്, നാളെ തൊട്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനു മുമ്പേ ഓക്കെ, ഇനി ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഇൻറ്റീജർ, ഓക്കെ, ഷോർട്ട് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇനി ഇൻറ്റീജർ ഉണ്ട്, പിന്നെ ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്, ലോങ് ഡബിൾ ഉണ്ട്, പിന്നെ ഇവിടെ ഇൻറ്റീജർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ഇൻറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? അതായത് ഇതിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് എന്ന് പറയും.
ഓക്കെ, നമുക്ക് ഓരോ ഡാറ്റ ടൈപ്പിനും ഓരോ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഉണ്ട്. അതായത് ക്യാരക്ടറാണ് ഉപയോഗിക്കണമെന്ന് വെച്ചെങ്കിൽ %C ആണ് നമ്മൾ ഉപയോഗിക്കുക ഫോർമാറ്റ് സ്പെസിഫയർ ആയിട്ട്. ഇനി ഇൻറ്റീജറാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ %D ആണ് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ ആയിട്ട് ഉപയോഗിക്കുക. ഇനി ഫ്ലോട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ %F ആണ് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഡബിളാണ് അല്ലെങ്കിൽ ഷോർട്ടാണ് നോക്കുക. ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഉപയോഗിക്കുന്നത് %HD എന്നാണ്. ഇനി ലോങ് ഇൻ്റാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ് %LD. ഓക്കെ, ഇനി ഡബിൾ ആണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ് %LF. ഇനി ലോങ് ഡബിൾ ആണെന്നുണ്ടെങ്കിൽ %LF. ഓക്കെ, ഇത്രയാണ് ഫോർമാറ്റ് സ്പെസിഫയേഴ്സും ഡാറ്റ ടൈപ്പും. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന കാര്യമാണ് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. ഓക്കെ, ഈ %C, %HD, %D ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഡാറ്റ ടൈപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പ്രിൻറ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക എന്നുള്ളത്, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ആയിരിക്കും. അല്ലാണ്ട് ക്യാരക്ടർ, ഷോർട്ട് എന്ന് പറഞ്ഞുള്ള ഡാറ്റ ടൈപ്പിൻ്റെ പേരല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളോട് മനസ്സിലാക്കുക. നാളെ തൊട്ടിട്ട് നമുക്ക് ചെറിയ രീതിയിൽ പ്രോഗ്രാമിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും വീഡിയോയിൽ കമൻറ്റായിട്ട് എഴുതാം. ഓക്കെ, ബൈ.